RCBയുടെ കന്നി കിരീടധാരണത്തിന്റെ വിജയാഘോഷം ദുരന്തമായി മാറിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചത്. സെക്രട്ടറി എ ശങ്കർ, ട്രഷറർ ES ജയറാം എന്നിവർ ഇന്നലെ രാത്രി അസോസിയേഷൻ പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. സ്റ്റേഡിയത്തിന് പുറത്തെ സുരക്ഷാ കാര്യങ്ങളിൽ തങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞാണ് വാർത്താക്കുറിപ്പ്. 11 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണവും പുരോഗമിക്കുകയാണ്. കബൺ പാർക്ക് പോലീസിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ CID അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ കസ്റ്റഡിയിലുള്ള RCB പ്രതിനിധി നിഖിൽ സുസാലെ ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. വിധാൻ സൗദയിലെ വിജയാഘോഷ പരിപാടികൾക്ക് സർക്കാർ അനുമതി നൽകിയതിന്റെ രേഖകൾ പുറത്തുവന്നിട്ടുണ്ട്. കർശന ഉപാധികളോടെയായിരുന്നു ആഘോഷ പരിപാടികൾക്കുള്ള അനുമതി. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം KSCA'ക്കാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ അനുമതി. 15 ലക്ഷം രൂപ കോഷൻ ഡെപ്പോസിറ്റും കെട്ടിവെച്ചിരുന്നു. വിധാൻ സൗദയ്ക്ക് മുൻപിലെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേകം സംവിധാനങ്ങൾ വേണമെന്നും അനുമതി കത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ആഘോഷ പരിപാടികൾ നഗരത്തിലെ 2 മാത്രം ഒതുക്കി നടത്തരുതെന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരുന്നതായി സൂചനയുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആഘോഷ റാലി എത്തിയാൽ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്നാൽ സർക്കാർ VIP സുരക്ഷയ്ക്ക് കൂടുതൽ പരിഗണന നൽകിയെന്നാണ് സൂചന. ദുരന്തത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി എന്നുള്ള വിമർശനവും ശക്തമാണ്. മുന്നൊരുക്കങ്ങൾ നടത്താൻ പോലീസിന് വേണ്ടത്ര സമയം നൽകാതെ പരിപാടി സംഘടിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ പ്രതികരണം. അതിനിടെ കബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി പ്രവാഹമാണ്. കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.